അസ്സലാമലൈക്കും. എൻ്റെ പേര് ഫാത്തിമ. 13 വർഷമായി ഡയാലിസിസ് ചെയ്തിട്ടിരിക്കും. വായിച്ചിട്ട് 3 ഡയാലിസിസ്. ഇപ്പോൾ ശ്വസിക്കുന്നതിന് ഓക്സിജൻ ഇല്ല. കിഡ്നി മാറ്റി വെക്കാൻ്റെ ഒരു വഴിയുമില്ല. നിലവാന്ന് കിട്ടാനുമില്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നതാണ് എന്നെ സഹായിക്കണം. എൻ്റെ ഓളെ 2 കിഡ്നിയും വർക്ക് ചെയ്തില്ല. 15 വർഷമായി ഡയാലിസിസ് ചെയ്യുന്നു. എനിക്ക് കടൽപ്പറ്റി കിട്ടുന്ന വരുമാനത്തിനെ കൊണ്ട് ഇവിടെ കുളിയും മരുന്നും മേടിക്കാത്ത ചെയ്യുന്നില്ല. ഇവിടെ ആരും കൈവിടാതില്ല. നല്ല കൈവിടൂല, അതിൽ ഉറപ്പുണ്ട്. മരവിച്ചു പോയി. മനസ്സ് വേദന തിന്ന് കല്ലായിപ്പോയി. 13 കൊല്ലം കരഞ്ഞിട്ട് കണ്ണീരില്ലാണ്ടായി പോയി. ഉറക്കി ഒരു മനുഷ്യന്മാർക്ക് ഉറക്കല്ലേ വേണ്ടി വ്യവസ്ഥ. മാറി ചെയ്യാൻ വേണ്ടിയിട്ടാക്കുന്നില്ല. വ്യവസ്ഥ വന്നില്ല. വേദന കൊണ്ട് 4 മണിക്കൂർ പുറം വേദന എടുത്തിരിക്കും. ഞാൻ 1.5 കൊല്ലായി ഇരുന്നിട്ട് ഉറങ്ങി. ഇവിടെ നിരത്തി കസാല വെച്ചിട്ട് കട്ടുമ്പോൾ തല വെച്ചിട്ടാണ് ഉറങ്ങി. എനിക്ക് ഡയാലിസിസ് വേദന കൈ പോയി കഴിഞ്ഞാൽ അമേരിക്കയിലുണ്ട്. അല്ല 3 മക്കളെ കൊണ്ട് എനിക്ക് നിന്നിട്ട് ആശുപത്രി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയാത്ത നെഞ്ചു പൊട്ടുന്ന ഒരു കാഴ്ചയാണ്. കണ്ണൂർ പയ്യന്നൂരുള്ള ഫാത്തിമ എന്ന് പറയുന്ന ചെറുപ്പക്കാരിയായിട്ടുള്ള ഈ ഒരു സഹോദരിയെ ഇന്ന് കാണുമ്പോൾ ഒരു വൃദ്ധയെ പോലെയായിട്ടുണ്ട്. കിഡ്നി രോഗം ബാധിച്ച് 15 വർഷമായി അതിൻ്റെ കഠിനമായ വേദനയിലാണ്. ഇന്ന് ശരീരം മുഴുവൻ ക്ഷീണിച്ച് ഒട്ടിയുണങ്ങിയിട്ട് ഇതാ ഈ ഒരു അവസ്ഥയിൽ ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ സഹോദരിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവരുടെ കിഡ്നി മാറ്റിവെക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രിയപ്പെട്ട ഫാത്തിമയെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പെരുമ്പ മഹല്ല് ഖത്തീബാണ് ഞാൻ സംസാരിക്കുന്നത്. പെരുമ്പ മഹലിൽപ്പെട്ട ഫാത്തിബി എന്ന് പറയുന്ന സഹോദരി 15 വർഷത്തോളമായി കിഡ്നി സംബന്ധമായ രോഗവുമായി കൊണ്ട് മല്ലടിക്കുകയാണ്. വളരെ പ്രയാസകരമായിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് അവർ നീങ്ങിപ്പോകുന്നത്. ഭർത്താവ് കടലിൽ ജോലിക്ക് പോയി വളരെ തുച്ഛമായിരിക്കുന്ന വരുമാനം കൊണ്ട് പ്രയാസത്തോടു കൂടി കഴിയുന്ന ഒരു കുടുംബം. അതോടൊപ്പം 3 കുട്ടികൾ, അതും ബന്ധു വീട്ടിലാണ് അവർ സ്വന്തമായി വീട് പോലും ഇല്ലാതെ താമസം കഴിക്കുന്നത്. 15 വർഷമായി നല്ലവരായിരിക്കുന്ന നാട്ടുകാരുടെയും മറ്റൊക്കെ സഹായം കൊണ്ടാണ് അവർ ഇതുവരെ ഇതിന് ഡയാലിസും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുപോയത്. തുടർന്നുള്ള ചികിത്സക്കും കിഡ്നി മാറ്റിവെക്കലിനും ഏകദേശം 35 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ സംഖ്യ അനിവാര്യമായിരിക്കുകയാണ്. യാതനയോടുകൂടി കഴിഞ്ഞു പോകുന്ന, പ്രയാസത്തോടുകൂടി കഴിഞ്ഞു പോകുന്ന ആ സഹോദരിക്കൊരു തണലാകാൻ നല്ലവരായിരിക്കുന്ന സുമനസ്സുകളുടെ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നന്മ വറ്റാത്ത നല്ല മനസ്സുകൾ ഇതിലൊപ്പം നിൽക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഈ യാതനയിൽ അവർക്കൊരു സഹായമാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ KT സഹദുള്ള, പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. പയ്യന്നൂർ പെരുമ്പ അമ്പലത്തറയിൽ താമസിക്കുന്ന ഫാത്തിബി എന്ന സഹോദരി 15 വർഷത്തോളമായി ദുരിത ജീവിതം നയിച്ചു വരികയാണ്. വൃക്കരോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഡയാലിസിസ് ചെയ്ത് നിരന്തരമായി ആശുപത്രിയിൽ കിടന്നുകൊണ്ട് വലിയൊരു ദുരിതക്കയത്തിലേക്കാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. വൃക്ക മാറ്റിവെക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആ സഹോദരിയുടെ വൃക്ക മാറ്റിവെക്കാനുള്ള നടപടികളുമായി കമ്മിറ്റി മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ സഹോദരിക്കുണ്ടാകണം എന്ന് വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഫാത്തിമ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഫാത്തിമയുടെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎം എല്ലാം ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് 35 ലക്ഷം രൂപ ഫാത്തിമയുടെ കിഡ്നി മാറ്റി വെക്കുന്നതിന് വേണ്ടി കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.